തെറിച്ചോ? വെൽക്കം ബാക്ക് ടു ചാനൽ ഫോർ ഡേ വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മളെ ഏറ്റവും പുതിയ ഇന്നോവ, അതുപോലെ തന്നെ അതായത് ഇന്നോവ ക്രിസ്റ്റയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നത്. അതായത് ഏറ്റവും പുതിയതല്ല കേട്ടോ, ഇത് 2022 കുറച്ച് അപ്ഡേഷന് ഗ്രില്ലിംഗ് അതൊക്കെ മാറ്റിക്കണ്. പക്ഷേ എങ്കിലും ക്രിസ്റ്റയും അതുപോലെ തന്നെ നോർമൽ ഇന്നോവയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അത് എത്രത്തോളം വളർന്നു ടൊയോട്ട എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ കൂടിയാണ്. യു വാച്ചിങ് ഫോർ ഡേ വ്ലോഗ്സ് ആൻഡ് സ്പെഷ്യൽ വീഡിയോ. ഇന്നോവയെ കുറിച്ച് പറയുമ്പോൾ ഇന്നോവ MPV സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. അതായത് മൾട്ടി പർപ്പസ് വെഹിക്കിൾ വരുന്ന വാഹനം കൂടിയാണ്. അതായത് ഒന്ന് ക്രിസ്റ്റ, ഒന്ന് ഇന്നോവ. അപ്പൊ ഈ രണ്ട് വാഹനത്തിന്റെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓൾ ഓവർ എല്ലാം പെട്ടെന്ന് മനസ്സിലായിരിക്കും. അതുപോലെ തന്നെ MPV സെഗ്മെന്റ്, അതായത് ഫോർച്യൂണറൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കംഫർട്ട് കൂടുതൽ നമുക്ക് ഇന്നോവയ്ക്ക്, അതായത് അധികം ആളുകൾ കസ്റ്റമേഴ്സ് പറയുന്നത് ഫോർച്യൂണറിനേക്കാളും കൂടുതൽ കംഫർട്ട് നമുക്ക് ഇന്നോവയ്ക്ക്. അതിന് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോർമൽ ഇന്നോവ എന്ന് തുടങ്ങാം. രണ്ടിന് ഗ്രില്ലിംഗ് ഒക്കെ നോക്കിയാൽ കാണാം. അതായത് ഞാൻ ജസ്റ്റ് ഒറ്റ വീഡിയോയിൽ കമ്പാരിസൻ ചെയ്യാട്ടോ. അത് രണ്ടിന് ഗ്രില്ല്, ഇത് 4 സ്റ്റാർ ഗ്രില്ലാണ് വരുന്നത്. എങ്കിൽ ഇതിൽ വരുന്ന കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിലേക്കാണ് ഗ്രില്ല് മാറിയിരിക്കുന്നത്, അപ്ഡേറ്റ് ആയി വന്നിരിക്കുന്നത്. ഇത് സാധാരണ നോർമൽ ലുക്കാണ്. അതുപോലെ തന്നെ കണ്ടില്ല, ഈ ഒരു ഭാഗത്ത് ഇന്നോവന്റെ ലോഗോ കുറച്ച് ചെറുതാണ്. പക്ഷെ അതിലേക്ക് വരുമ്പോൾ ഇന്നോവന്റെ ലോഗോ, അല്ലെങ്കിൽ ടൊയോട്ടന്റെ ലോഗോ കുറച്ചുകൂടി വലുതായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരുന്നു. കണ്ടില്ലേ, ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. അതുപോലെ തന്നെ ചെറിയ സിൽവർ ഫിനിഷ് കാണാം. അതിനിടയിൽ ഒരു ക്രോം ട്രീറ്റ്മെന്റ് കാണാം. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ നോർമൽ ഇന്നോവയിലേക്ക് ഫുൾ ക്രോം ട്രീറ്റ്മെന്റ് ആണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നേരെ ഇതിന്റെ ബമ്പർ അല്ലെങ്കിൽ നേരെ താഴെ പോകുമ്പോൾ കണ്ടില്ലേ, ഈ ഭാഗത്ത് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊരു ഹൗസിംഗ് ഒരു ക്രോം ഫിനിഷിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബമ്പർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ, ഒരു ഫുൾ കവേർഡ് ആയിക്കാണ്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഹലോജൻ ലൈറ്റ്സ് ആണ് കൊടുക്കുന്നത്, നമ്മുടെ എല്ലാ നോർമൽ ലാംപ്സ്. ഇത് നേരെ മറിച്ച് ക്രിസ്റ്റയിലേക്ക് പോകുമ്പോൾ, ക്രിസ്റ്റയിലേക്ക് ഇതിന്റെ ബമ്പറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ചും ഒരു സ്പോർട്ടി അട്രാക്റ്റീവ് ആണ് ബമ്പർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹലോജൻ ലൈറ്റ്സ് തന്നെയാണ്, ഇത് ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു കുറച്ച് സ്ലിം ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ്സിന്റെ ഒരു ഗ്ലാസ് ആണ് കുറച്ച് സ്ലിം ആയിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഇൻഡിക്കേറ്റർ നേരെ താഴെയാണ് കൊടുത്തത് കേട്ടോ. ഇതിന് ഇൻഡിക്കേറ്റർ നേരെ ഹെഡ് ലാമ്പിലാണ് കൊടുക്കുന്നത്. അത് രണ്ട് ഫ്രണ്ട് ലുക്ക് വരാമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എന്താ പറയുക, ഇതിന്റെ സ്ലോപ്പി ഡിസൈൻ ആണ് ഇതിന്റെ ഹുഡ് കൊടുത്തത്. കണ്ടില്ലേ, കുറച്ചിങ്ങനെ താഴേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇതിന്റെ ഹുഡ് കൊടുത്തത്. ഞാൻ മറിച്ച് ഇതിന്റെ ഒരു SUV സ്റ്റാൻഡിൽ കൊടുത്തതിന് കുറച്ചുകൂടി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിന്റെ കൊടുത്തത്. അതുപോലെ തന്നെ പവർ ബൾജുകൾ അതിമ കാണല്ല. പക്ഷേ ഈ ക്രിസ്റ്റയിൽ നമുക്ക് ഈ രണ്ട് സൈഡിലും ക്യാരക്ടർ ലൈൻസ് കാണാൻ, കണ്ടില്ലേ, രണ്ട് ബൾജ് പവർ ലെൻസ് കാണാം. അതുപോലെ തന്നെ ആ ഒരു ഹെഡ് ലാമ്പ് പുറത്തിലേക്ക് തള്ളി നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മസിൽ പവർ തോന്നിപ്പിക്കുന്നുണ്ട് ഈ ഒരു വാഹനം. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ബൾജുകളൊന്നും കാണാനല്ല, സാധാരണ നോർമൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് എത്തി. പക്ഷേ ഈ ഒരു സ്ഥലങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ജിപ്സി എടുത്തത് ഈ ഒരു സ്ഥലത്ത് തന്നെ. ഈ ഭാഗത്തേക്ക് നമ്മൾ ക്രിസ്റ്റന്റെ ഫസ്റ്റ് തുടങ്ങാം. ക്രിസ്റ്റന്റെ ടയർ വരുന്നത് ഏകദേശം ഫാൻസാര ക്രിസ്റ്റന്റെ ടയർ വരുന്നത് 205/16 ഇഞ്ചിന്റെ ഒരു ടയറാണ്, അല്ലെങ്കിൽ ടയർ ആൻഡ് അലോയാണ് ക്രിസ്റ്റ കൊടുക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വീൽ ആർച്ച് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സിൽവർ ഫിനിഷ് കൊടുക്കുന്നത്. ഇതൊക്കെ എക്സ്ട്രാ ചെയ്താട്ടോ, അതൊന്നും ഇതിൽ വരുന്നതല്ല, എക്സ്ട്രാ ചെയ്താണ്, അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയാ, നല്ലൊരു സ്മൂത്ത് ആൻഡ് ഫിനിഷിൽ ഒരു സർക്കിൾ ആർച്ചാണ് ഇതിന് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ അളവർ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4735 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്, ഏകദേശം 4.735 മീറ്റർ. അതാണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 1830 അല്ലെങ്കിൽ 1830 ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1795, ആൾമോസ്റ്റ് 1.8 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ക്യാരക്ടർ ലൈൻസ് കാണാം. അതായത് നല്ല കട്ട് ചെയ്താണ് ഇതിന് ക്യാരക്ടർ ലൈൻസ് കൊടുക്കുന്നത്. അതായത് ഫ്രണ്ട് ലാമ്പ് മുതൽ ബാക്ക് ടെയിൽ ലാമ്പ് വരെ ഇതിന്റെ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കാണാം ഹാൻഡിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാം ഡോറിന്. അതുപോലെ തന്നെ ഈ ഷോൾഡർ ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് 2 ഡോർ, അതായത് 2 ഡോർ. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ക്രോം എലമെന്റ് കാണാം. അതുപോലെ തന്നെ ഇത് ഈ ഒരു സി പില്ലറിനൊക്കെ കയറി നിൽക്കുന്ന രീതിയിലാണ് ഇതിന് ക്രോം കൊടുക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു SUV കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വൈഡ് ആയിട്ടുള്ള മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഡോൺ വരുന്ന നോക്കിയാൽ ഇത് നോർമൽ ഇന്നോവ കേട്ടോ. പക്ഷേ ഈ സൈഡൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആ ഇന്നോവ കുറച്ചും കൂടി ഒരു മസിൽ പവർ പോകുന്നുണ്ടല്ലേ, കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു അഗ്രസീവ് ലുക്കിൽ പോകുന്നത് അതാണ് ഈ ഒരു ഇന്നോവ ക്രിസ്റ്റന്റെ സൈഡിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ബാക്ക് ടയറും വരുന്നത് ഡ്രം ബ്രേക്ക് ആണ് കേട്ടോ. ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്ക് ആണ്. ടയർ 16 ഇഞ്ച് തന്നെയാണ് വരുന്നത്, സെയിം ആണ്. അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് വരുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ലെങ്ത് മാർക്കേണ്ട 4735 മില്ലിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ. നമ്മൾ സാധാ ഇന്നോവന്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 15 ഇഞ്ചിന്റെ ഒരു ടയറാണ് കൊടുത്തിരുന്നത്. ടയർ അലോയ് ഇല്ല, സാധാ ഒരു കപ്പാണ് കൊടുത്തിരുന്നത്. 15 ഇഞ്ചിന്റെ അലോയ് ആണ് കൊടുത്തിരുന്നത്, ടയറാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്. ഇതിന്റെ ഈ സൈഡ് ലെങ്ത്, അളവ് ലെങ്ത് 4585 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 4.585 മീറ്റർ, അതായത് ക്രിസ്റ്റനേക്കാളും കുറവാണ് അത്യാവശ്യം മില്ലിമീറ്റർ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ 1795 ആണ് ഇതിന്റെ ഈ ഒരു എന്താ പറയുക വിഡ്ത്ത് വരുന്നത്.
അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. 1830 ഇതിന് പറഞ്ഞത്. അതുപോലെ തന്നെ ക്യാരക്ടർ ലെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അതിന് ക്യാരക്ടർ ലെൻസ് ഒന്നും കാണാനില്ല, കട്ടിങ്സും കാണാനൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ മിററൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നില്ല. നേരെ മറിച്ച് ക്രിസ്റ്റലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടില്ല, ഒരു ക്യാരക്ടർ ലെൻസും കാണാനില്ല, കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ചെറിയൊരു റബ്ബർ ഫിനിഷിലാണ് ഇവിടെ ഇതൊക്കെ കൊടുക്കുന്നത്. കണ്ടില്ല, ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നത്. അവിടെ നേരെ ക്രോം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് ടയറും വരുന്നത് ഏകദേശം 15 ഇഞ്ചിന്റെ അലോയ് തന്നെയാണ്. ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്ക് തന്നെയാണ്. ഫ്രണ്ട് വരുന്ന ഡിസ്ക് രണ്ട് സെയിം ഡിസ്ക് ഡ്രം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ലെങ്ത്തിൽ ചെറിയ മാറ്റം എന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്ത് കൂടുതലാണ് ക്രിസ്റ്റ വരുന്നത്. ഇത് ചെയ്ത നോർമൽ സൈസ് തന്നെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ബാക്ക് പ്രൊഫൈലേക്ക് ഒന്ന് പോവാം. ഞാനൊരു കോർണർ ഗ്ലാസ് കാട്ടിത്തരാം. അതായത് ഈ രണ്ടിന് കോർണർ ഗ്ലാസ് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് കൊടുത്ത്, നേരെ മറിച്ച് ഇതിൽ വന്നൊരു ട്രയാങ്കിൾ കുറച്ചുകൂടി ഇങ്ങനെ ബാക്കിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെ ആ റെയിൻ വൈസർ അല്ലെങ്കിൽ ആ റെയിൻ ഷീൽഡില്ലേ, ആ സംഭവം ഇവിടെ കൊടുത്തതിന് ക്വാർട്ടർ ഗ്ലാസ് അതുപോലെ തന്നെ ഇവിടെ ഒന്നും കാണാനില്ല. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാനാണ്. അതായത് നമുക്ക് ഫസ്റ്റ് നോർമൽ ഇന്നോമയിൽ തന്നെ തുടങ്ങാം. നോർമൽ ഇന്നോമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ടെയിൽ ലാമ്പ് കൊടുത്ത രീതി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ചുകൂടി ഒരു എന്താ പറയുക, സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. ഞാൻ മാക്സിമം കുറച്ച് വീക്കാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. അതുപോലെ തന്നെ വൈപ്പേഴ്സ് കൊടുത്തിന് ഈ ഒരു ബോഡിയിലേക്കാണ് വൈപ്പേഴ്സ് കൊടുത്തിന്, കണ്ടില്ലേ, ഇങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ടൊയോട്ടന്റെ ലോഗോ ബ്ലാക്ക് ഔട്ട് ചെയ്തതാണ്, ഒരു ചെറിയ ലോഗം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ബൂട്ടുമേ. ഇത് റിഫ്ലക്ഷൻ ആഫ്റ്റർ ചെയ്താണ് കേട്ടോ. അതുപോലെ തന്നെ ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചെയ്താണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്പോയിലർ വരുന്നുണ്ട്, അത് എനിക്ക് കറക്റ്റ് ഉറപ്പില്ല, ചെയ്തതാവാനാണ് സാധ്യത. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഷീൽഡൊക്കെ നോക്കുന്ന ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ചും കൂടി എന്താ പറയുക, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ക്രിസ്റ്റന്റെ കട്ടൊക്കെ തോന്നും. അതായത് നോർമൽ ഇന്നോമ ഒരുപാട് നേരം സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ക്രിസ്റ്റന്റെ കട്ടുകളൊക്കെ തോന്നും. അത് ഒരുപാട് നേരം നോക്കുന്നുണ്ട്, എന്നാലേ മനസ്സിലാവുള്ളൂ. അത് ഈ ക്രിസ്റ്റന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ സ്പോയിലർ നോക്കിയാൽ കാണാം, കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പിയറൻസ് ആണ് സ്പോയിലർ കൊടുത്തത്. ഇവിടെ ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തത്. അതുപോലെ തന്നെ ഇതിന്റെ ടെയിൽ ലൈറ്റ്സ് ക്രമീകരിച്ച് നോക്കിയാൽ കാണാം. അതായത് ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലൈറ്റ് എങ്ങനെ കൊടുത്തത്, അതിന്റെ ആ ഒരു ബൾജിങ് രീതിയിലാണ് ടെയിൽ ലാമ്പും കാലൊക്കെ കൊടുത്തത്. 2.4G വേരിയന്റ് ഇവിടെ കാണാം. പിന്നെ ഇതിലേക്ക് ലോഗോ വരുമ്പോൾ കണ്ടില്ല, കുറച്ചുകൂടി വലിയ രീതിക്കാണ് ലോഗോ കൊടുത്തത്. ഇന്നോവ ക്രിസ്റ്റന്റെ ബാഡ്ജിങ് കാലൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബൂട്ടിന് ചെറിയൊരു സറൗണ്ടിങ് ആയിട്ട് ക്രോം ട്രീറ്റ്മെന്റ് കൊടുത്തിന്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും ക്രോം ട്രീറ്റ്മെന്റ് കൊടുത്തിന്. ഇതാക്കി ഈ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇവിടെ സെൻസേഴ്സ് വരുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാരണം അതിൽ പറയുന്നില്ല, ഇതിന്റെ ആ ഒരു ഷേപ്പ് കാണാൻ രണ്ടിന് ഡിഫറൻറ്റ് ഷേപ്പിംഗ് എത്രത്തോളം മനസ്സിലാക്കുന്നത്. ഇതിന്റെ വൈപ്പർ ക്രമീകരിച്ചിരുന്ന രീതി കണ്ടാൽ ഗ്ലാസ്സിലേക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പൊ രണ്ടിന് ആ ഒരു എക്സ്ട്രാ ലുക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഇങ്ങനെ വ്യക്തമാവും. അതായത് അന്നത്തെ രീതിയിൽ നിന്ന് ഇന്നോവ ഇന്ന് ഈ ഒരു മാറ്റത്തേക്ക് വന്നു. അതുപോലെ തന്നെ ഹൈക്രോസ് വന്നിട്ടുണ്ടോ, അത് ഇതിനേക്കാളും വ്യത്യാസമുണ്ട്, അത് നമ്മൾ ഉടനെ എടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് രണ്ടിന്റെ ഒരു എക്സ്റ്റീരിയർ കമ്പാരിസൺ വരുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെ ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. അതായത് ബൂട്ടിന്റെ ഈ ഒരു സ്പേസിന്റെ കാര്യത്തിൽ വലിയ രീതിക്കുള്ള മാറ്റം കാരണമൊന്നുമില്ല. അതുപോലെ തന്നെ കണ്ടില്ലേ, ഡിസൈൻസ് എലമെന്റിൽ ചെറിയ ഔട്ട്കുക്ക് മാറ്റം ഉണ്ടാവും. അതുപോലെ കളർ തീമിലൊക്കെ വെച്ചാൽ ഈ ഒരു ഭാഗം 7 സീറ്റർ അല്ലേ, ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് രണ്ടിന്റെ ബൂട്ട് സ്പേസിന് യാതൊരു എന്താ പറയാ വലിയ രീതിയിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഇതിന് ഞാൻ നേരത്തെ ക്യാമറ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇവിടെ ക്യാമറ അതുപോലെ തന്നെ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അപ്ഡേഷൻ ആണ്, വേറെ നോക്കണ്ട. രണ്ട് ജസ്റ്റ് കമ്പാരിസൺ ചെയ്തു എന്നുള്ളൂ. ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് എന്നാ വെച്ചാൽ ഇതിന് ക്യാമറ ഉണ്ട്, അത് എക്സ്ട്രാ ചെയ്താണ്, ഇതിന് ഇൻബിൽട്ട് ആണ്. കാണാൻ വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു പീച്ച് കളറും അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഫിനിഷിലേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫോർഡർ വിൻഡോ കൺട്രോൾ വരുന്നുണ്ട്. അതിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫ്രണ്ടിലത്തെ മാത്രം ഓട്ടോ ആണ് വരുന്നത്, ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിന് ലോക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, അതായത് മിറർ. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ ഹോൾഡർ, ഫാൽ പോക്സ് വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. ഇതിന് ഇന്ത്യയിൽ നോക്കിയാൽ കാണാൻ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എങ്കിലും അതിനൊരു ഡിസൈൻ എലമെന്റ് കാട്ടിത്തരാം. അതായത് ഇതിന്റെ ആ ഒരു ഗീർണൊക്കെ കണ്ടില്ല, ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ലെങ്ത് ഒക്കെയാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ ഏകദേശം ലെങ്ത് തന്നെയാണ്, ഞാൻ കാട്ടിത്തരാം. അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒക്കെ ഒരു പീച്ച് കളറിലാണ്. പീച്ച് എന്ന് പറയാൻ പറ്റൂല അല്ലേ, എന്തായാലും ആ ഒരു രീതിക്കുള്ള കളറിലാണ് സിസ്റ്റത്തിൽ കയറ്റിക്കുന്നുണ്ട്. അതായത് ഇത് ആഫ്റ്റർ ചെയ്താണ്. അതുപോലെ തന്നെ AC വെന്റ്, അതുപോലെ സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കിയ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അത് കണ്ടില്ലേ, അതിലൊരു ടൊയോട്ടൻ്റെ ലോഗോ ഉണ്ട് ചെറിയ രീതിക്ക്. സ്റ്റിയറിംഗിന്റെ ഇതൊക്കെ ഷേപ്പ് നിങ്ങൾ നോക്കിച്ചിട്ടുണ്ടോ, അത് രണ്ടിന്റെ ഇന്ത്യയുടെ ജസ്റ്റ് കമ്പയർ ചെയ്ത് തരാം. അദ്ദേഹത്തിന്റെ ഷേപ്പൊക്കെ നോക്കിയില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിങ്ങനെ. അതുപോലെ തന്നെ ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഇവിടെയാണ് വൈപ്പർ വരുന്നത്. രണ്ടിന്റെ നോബ് ശ്രദ്ധിച്ചോ കേട്ടോ, അതിന്റെ നോബ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ ഒന്നും വരുന്നുണ്ടാവില്ല കേട്ടോ, ക്രൂസ് കൺട്രോൾ വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടേക്ക് പിന്നെ AC കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സിസ്റ്റം നോക്കിക്കോട്ടെ, രണ്ടിന്റെ നോബ് ഈ ഭാഗത്തിന്റെ നോബ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെയാണ് AC കൺട്രോൾ വരുന്നത്. ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. അതിൽ കാണുന്നുണ്ടോ, ഞാൻ നോക്കി വെക്കണേ, ഇതില് ഞാൻ ഇപ്പൊ പറഞ്ഞൊക്കെ കണ്ടോ, AC ലൈറ്റ് ഒക്കെ കണ്ടോ? അല്ല ഇവിടെ കണ്ടോ, വെറുതെ അവനോട് നോക്കിക്കേജ്. അപ്പൊ ഈ ഭാഗത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അതുപോലെ തന്നെ AC വെന്റ് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ ക്ലോ ബോക്സ് എന്താണ് ഏതിൽ കൊല്ലുന്ന ഇതാണ്, അതിന്റെ കൺട്രോൾസ് ആണ് ഞാൻ പറഞ്ഞോ. ഇത് ഞാൻ വേറൊരു കമ്പനി ഇതിൽ 590 2 വണ്ടി കൊടുക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞത് വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. ചിലപ്പോൾ ഇതേക്കാരം ഫസ്റ്റ് വരെ അല്ലെങ്കിൽ അതേക്കാരം ഫസ്റ്റ് വരെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ തന്നെ അതിനവിടെ സൺഗ്ലാസ് ഹോൾഡർ ആണ്, ലൈറ്റ്സ് വരുന്നുണ്ട്,
മിററൊന്നും വരുന്നില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു സൺവൈസർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കിലേക്കും വരുമ്പോൾ ആ ഒരു സംഭവം തന്നെയാണ്. കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല കേട്ടോ, അതായത് അത്രത്തോളം ഫീച്ചേഴ്സ് ഇല്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ ഇതുകൊണ്ട് രണ്ട് കമ്പാരിസൺ ചെയ്യാം. ആദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പോകട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ കാണാം, ഇത് ആഫ്റ്റർ ചെയ്തിട്ടില്ല, അതൊക്കെ പിന്നെ ചെയ്താണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്പേസസ് ആണ് ഇന്ത്യ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എ സി വെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ എ സി വെന്റ് വരുന്നുണ്ട്. അതിന് നീ റൂം ആണെങ്കിലും തൈ സപ്പോർട്ട് അതിന്റെ ഒക്കെ സെറ്റ് ആട്ടോ. ഭയങ്കരമായിട്ടുള്ള കംഫർട്ടിലായിട്ട് ഇരിക്കുക. ബാക്കിലും എന്താ പറയുക സെയിം തന്നെയാണ്. പിന്നെ ഏകദേശം ഒരു 285 മില്ലിമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ രീതിക്ക് ഒരു സ്പേസിന്റെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അവിടേക്ക് ഇരിക്കൽ കുറച്ച് ടാസ്ക് ആണ്, വേറെ ഒന്നുമല്ല, വീട് ലെങ്ത് ആയി പോകേണ്ടതെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഒരു 250 മില്ലിമീറ്ററിന്റെ ഒരു ചെറിയ സ്പേസും കാര്യങ്ങളും അതിലുണ്ടാവും. അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ ഇതിന്റെ ഇന്ത്യ വരുന്നത്. ഹെഡ് റൂം ഒക്കെ നോക്കിയാൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഫീച്ചേഴ്സും പറയല. ഇനി മറ്റേ ക്രിസ്റ്റന്റെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതായത് അപ്പുറത്തോ ഇവിടെ എവിടെ വെച്ചിട്ട് ഇവിടെ ഇതിങ്ങനെ പുള്ള് ചെയ്തിട്ട് സെറ്റ് ആക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വലിച്ചാൽ മതി, അത് ഇതാവും. അതിനാവും ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ഡോറിന്റെ ശബ്ദം നോക്കാം കേട്ടോ, കണ്ടില്ലേ ആ ഒരു മെറ്റൽ സൗണ്ട്, ഇത് സെറ്റാണ്. ഇനി നേരെ മറിച്ച് നമ്മൾ ക്രിസ്റ്റയിലേക്ക് പോവുകയാണ്. ക്രിസ്റ്റയിലേക്ക് എത്രത്തോളം ഡിഫറൻസ് ആണ് കൊണ്ടുവന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇനി നമ്മൾ ക്രിസ്റ്റ്യൻ ഇന്റീരിയറിലേക്ക് കയറാണ് കേട്ടോ. ക്രിസ്റ്റ്യൻ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് എലമെന്റ്സ് നടക്കാൻ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ട്. ഞാൻ അതിനെ പൊക്കി പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊക്കിയല്ല. രണ്ട് വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറെ ഒന്നുമല്ല, ഇതിൽ ഇല്ല കാര്യങ്ങൾ പറയാണ്. സോറി, ലോക്കാണ്. ഈ സെൻട്രൽ ലോക്ക് സിസ്റ്റം ആണ്, മറ്റേ ഇത് വരുന്നില്ല, കീലെസ് എൻട്രി വരുന്നില്ല, കാരണം ഇത് ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ലോക്ക് ആവട്ടോ, കുറച്ച് നേരം വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടി ലോക്ക് ആവും. ഇത് രണ്ടും ജസ്റ്റ് അടച്ചുതരാം. ആ സൗണ്ട് ഇതിനുണ്ട് അല്ലേ, പക്ഷെ എന്താ പറയുക കുറച്ചും കൂടി ഒരു വെയിറ്റും അതുപോലെ തന്നെ ആ ഒരു ഫീലൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. എങ്കിൽ സൗണ്ട് ഏകദേശം രണ്ടും സെയിം ആണ്. ഇതാണ് ഇതിന്റെ ഇന്ത്യയിൽ വരുന്നത്. ഇതിന്റെ ഡോർപാടൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, അതൊക്കെ പ്ലാസ്റ്റിക് ആട്ടോ. ഇപ്പോൾ പ്ലാസ്റ്റിക് കുറച്ചും കൂടി നീറ്റാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് സെറ്റാക്കിന്. ഇതിൽ വരുന്നത് ഈ ഒരു ഭാഗം ഓട്ടോ കൺട്രോൾ തന്നെ വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ മിററിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ കുറച്ചും കൂടി വൈഡാണ് ഇതിൽ കൊടുത്തത്. പാൽപോക്കറ്റ് ഏകദേശം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും മറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സെറ്റാണ് വരുന്നത്. ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്കാണ്. ഇവിടെ ഒന്നാമത് ഈ സീറ്റിംഗ് പൊസിഷൻ അതായത് സംഭവം SUV ആണ്, പക്ഷെ അതിൽ കുറച്ചുകൂടി ഉയർന്നു കണ്ടിരിക്കുക. ഇതിൽ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ കുറച്ച് താന്നിട്ടായിരിക്കും അതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അതായത് വണ്ടി താന്നുകൊണ്ടല്ല, അതിന്റെ പൊസിഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റീരിംഗ് വീലൊക്കെ നോക്കിയാൽ മനസ്സിലാവും രണ്ടിന്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്ന്. ഹോൺ ആയിക്കോട്ടോ, ഇതാണ് ക്രിസ്റ്റന്റെ ഹോൺ, ഫോർച്യൂണറിന്റെ ഹോണൊക്കെ. മറ്റിന്റെ ഹോൺ തന്നെയാണ് കേട്ടോ, ജസ്റ്റ് മാറ്റിക്കണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സെന്ററൊക്കെ നോക്കിയാൽ കാണാം, ടോട്ടൽ ലോഗോ ചെറിയ ലോഗോ തന്നെയാണ് കൺട്രോൾസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ആഫ്റ്റർ ചെയ്ത് സ്ക്രീൻ വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ അല്ല, അതുപോലെ തന്നെ മാനുവലാണ്. ഇതിന്റെ ഗിയർ നോബ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, കണ്ടില്ലേ ഇതിന്റെ ഗിയർ നോബ് കുറച്ച് ചെറുതാണ് വരുന്നത് മറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഗിയർ നോബ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയില്ല ആ ഒരു സംഭവം. അതിന് AC വെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ടില്ലേ രണ്ടിന്റെ ഡിഫറൻസ്. ഇവിടെ കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടാണ് കൊടുത്തത്, കണ്ടില്ലേ ഇവിടെ അവിടെ. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഡിസൈൻ എലമെന്റ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഇവിടെ ചെറിയൊരു മെറ്റീരിയൽ കൊടുത്തിന്, സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ കൊടുത്തിന്. അതുപോലെ തന്നെ ഇവിടെയും കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു എന്താ പറയാ പ്രീമിയം ആക്കിയാണ് ഇന്റീരിയർ. അതുപോലെ തന്നെ സൺവൈസറിൽ നമുക്ക് മിറർ ഇതിലും വരുന്നില്ല അല്ലേ, ഇവിടെ വരുന്നില്ല, ഇവിടെയും വരുന്നില്ല. ഇത് രണ്ടും സെയിം തന്നെയാണ്. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ കുറച്ചുകൂടി അപ്ഡേറ്റ് ആക്കി എന്നുള്ളത് ഇതാക്കണം ഇവിടെ വരുന്നത്. ഇതാണ് ലൈറ്റിന്റെ കൺട്രോൾസ് വരുന്നത്. അതുപോലെ തന്നെ മിറേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ AC കൺട്രോൾസ് നോക്കിയാൽ മറ്റിൽ നമ്മൾ കുറച്ചുകൂടി വൈഡാണ്, ഇത് കുറച്ച് ചെറുതാക്കി എന്നുള്ളൂ, ബാക്കി വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ് വരുന്നത്. അതിന്റെ കൺട്രോൾസ് ആണെന്നില്ല ഒക്കെ ഒരു നോബ് തന്നെയാണ് വരുന്നത്. ഇതിൽ ഇക്കോ മോഡ്, പവർ മോഡ് എന്നീ രണ്ട് മോഡുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഇത് കണ്ടില്ലേ AC കൺട്രോൾസ് ആണ്, അത് അതിലും വരുന്നുണ്ട് ഇതിലും വരുന്നുണ്ട്. ആ സാറ്റലൈറ്റ് ഇവിടെ കൊടുത്തതിന് ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തതിന് കണ്ടില്ലേ, ചെറിയ സ്ക്രീൻ കാണാം. അത് രണ്ടും ഡിഫറൻസ്. അതുപോലെ തന്നെ ക്ലോ ബോക്സ് കണ്ടില്ലേ ഇവിടെ ഒന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ നേരെ താഴെ വരുന്നുണ്ട്. രണ്ട് ക്ലോ ബോക്സ് ആണ് വരുന്നത് കേട്ടോ, കണ്ടില്ലേ രണ്ട് ക്ലോ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ്സും ഡോറൊക്കെ ഉണ്ട്, കുറച്ചുകൂടി സെറ്റാണ്. അതുപോലെ ഇതൊക്കെ മാനുവലാണ്, ഇലക്ട്രിക് ഒന്നും ഇല്ല വലിയ. അതായത് രണ്ടിന് കൺട്രോൾസ് വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇന്റീരിയറിന് കുറച്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെ മാറ്റുള്ളൂ. ഏകദേശം എന്താ പറയാ ആ ഒരു ഡിസൈൻ എലമെന്റിന്റെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി ആണെന്നുള്ളത്. ഗായ്സ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇതിന്റെ ഇന്റീരിയറിലേക്ക് കയറുകയാണ്. ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, അതായത് കണ്ടില്ലേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും ടോപ്പാണ് ചെറിയൊരു ആംബിയൻറ്റും കാണൊക്കെ കാണാം. ഇതിന് AC വെന്റ് ഇതാക്കണം സെയിം ആസ് അതെ രണ്ടിന്റെ എലമെന്റ്, അതായത് ഏകദേശം കൺട്രോൾസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതിന്റെ എലമെന്റിന്റെ കാരണം അങ്ങോട്ടും കൊണ്ട് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അതായത് ആ നോബ് ആണെങ്കിൽ അതിലും നോബ് തന്നെയാണ്, ഇതിലും നോബ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ പൊസിഷൻ അങ്ങോട്ട് മാറും, അതുപോലെ തന്നെ ചെറിയ ചെറിയ അങ്ങോട്ട് മാറ്റുള്ളൂ. പിന്നെ ഇന്റീരിയർ വൈസ് ഈ ഒരു ലെതർ ടച്ച്, അതുപോലെ തന്നെ ഇങ്ങനെ സീറ്റ് നിലൊക്കെ മാറും. ഇത് ബെഞ്ച് സീറ്റ് അല്ല, ഇത് എന്താ പറയാ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് വേണമെങ്കിൽ വെക്കട്ടെ നമുക്ക് ഇൻഡിവിജ്വൽ സീറ്റ്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ സീറ്റ് ഒക്കെ വെക്കാം. അതുപോലെ തന്നെ സെൻട്രൽ പാസേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസസ് ഉണ്ടല്ലേ കുറച്ചും കൂടി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം സെയിം തന്നെയാണ് രണ്ടും. പിന്നെ കുറച്ചും കൂടി ആ ഒരു
എന്താ പറയുക, ഒരു 550 mm, സോറി 250 mm വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമുക്ക് വലിയ തോതിൽ അറിയില്ല, എങ്കിലും കുറച്ചുകൂടി ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുക. അതിൽ കുറച്ച് താന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഹൈറ്റ് ആയി കണ്ടാണ് ഇതിന്റെ പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ രണ്ടിന്റെ ഇന്ത്യയിൽ വരുന്നത് കുറച്ച് സ്പേസസ്, ബാക്കിലേക്ക് വരുമ്പോൾ ഏകദേശം ആ സ്പേസസ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇതിനും വരുന്നത്. അതൊക്കെ ഇങ്ങോട്ട് തന്നെ വരും. ഇപ്പോൾ കണ്ടില്ലേ, അതേമാതിരി അതിന്റെ ഇട സേമിന് കണ്ടില്ലേ, ഇത് പ്രസംഗിക്കാൻ ഇങ്ങോട്ട് വരും, വരുമോ അങ്ങനെ കണ്ടില്ലേ, അങ്ങനെ വരും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ തേർഡ് ബാക്കിലേക്ക് നമുക്ക് 3 അഡ്ജസ്റ്റ് വരുന്നുണ്ട്. രണ്ടാൾക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരാൾക്ക് നമുക്ക് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാം. അപ്പൊ രണ്ടിന് ഏകദേശം ഈ എലമെന്റും കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാ ജസ്റ്റ് കമന്റ് ചെയ്യുക. രണ്ടിന്റെ എഞ്ചിൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. അതിൽ നിങ്ങൾ ഏതാ ബെസ്റ്റ് നോക്കുക. അപ്പോൾ ഇന്റീരിയർ വൈസ് ഏതാ ബെസ്റ്റ് നോക്കുക, എക്സ്റ്റീരിയർ വൈസ് ഏതാ ബെസ്റ്റ് നോക്കുക. ഈ രണ്ടിന്റെ എഞ്ചിന്റെ സൗണ്ട്, ഈ രണ്ടിന്റെ എഞ്ചിന്റെ സൗണ്ടിൽ ഏതാ ബെസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും കേട്ടോ. ഇതാണ് ഇതിന്റെ എഞ്ചിൻ പേ വരെ നിങ്ങൾ കണ്ടില്ലേ, കുറച്ചും കൂടി എന്താ പറയുക വെൽ പാക്ഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇതിന് കവറിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ വണ്ടിന്റെ സൗണ്ട് വേറെ ലെവൽ സൗണ്ട്. അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്റെ. ഫുഡ് ഒറ്റ കഴിഞ്ഞൊന്നും താങ്ങൽ നടക്കൂല. അത്യാവശ്യം റിഫൈൻമെന്റ്, അതായത് ഇന്ത്യയിലേക്ക് വരുമ്പോ നമുക്ക് ആ ഒരു മൂളൊക്കെ കണ്ടില്ല, എന്റെ മോനെ വേറെ ലെവലാണ്. ലോറി ഒന്നുമല്ല, അജാതി സൗണ്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ റിഫൈൻമെന്റ് ഉണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടാൽ ഞങ്ങൾക്ക് കേൾക്കലുണ്ടാവില്ല, ചെറിയ സൗണ്ടിലുള്ള. അത് ആക്സിഡന്റ് കൊടുക്കുമ്പോൾ വണ്ടി ഗർജന ഫീലാണ്. ഇനി അതിന്റെ സൗണ്ട് അതും ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇനി നമ്മൾ നോർമൽ ഇന്നോവന്റെ സൗണ്ട് കേൾക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടത് ക്രിസ്റ്റയുടെ സൗണ്ട് ആണ്. ഇനി ഇതിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ റിഫൈൻമെന്റ് സ്റ്റാർട്ടിംഗ് ആണ്. അതായത് എന്താ പറയാ, കുറച്ചുകൂടി ആ ഒരു ഫീല് കിട്ടൂല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടോ. ജസ്റ്റ് മൈക്കോട് വെക്കുക. നേരത്തെ മൈക്ക് വെച്ചേ നമ്പർ പ്ലേറ്റും എങ്ങനെ തെറിച്ചോ. ഈ വണ്ടി കുറച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ കുറച്ച് എന്താ പറയാ ആ ഒരു പവർ നമുക്ക് ഉള്ളിലേക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ ആ ഒരു ഷേക്കിംഗ് ഒന്നുമില്ല. ഇത് ഉള്ളിൽ കയറുമ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കുലുങ്ങി പോകും. അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന് സൗണ്ട് ഞാനൊന്ന് കേട്ടോ നോക്കട്ടെ. അതായത് ഉള്ളിക്ക് രണ്ടും ഏകദേശം സെയിം തന്നെയാണ് ഫീൽ വരുന്നത്. അതിന് എക്സ്റ്റീരിയർ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയേണ്ടി വരും. അപ്പൊ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്റ്റീരിയർ ക്വാളിറ്റി ഏത് ഇഷ്ടപ്പെട്ട്, ഇന്റീരിയർ ക്വാളിറ്റി ഏത് ഇഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ എഞ്ചിൻ ക്വാളിറ്റി ഏത് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇത് 2.4 ആണ്. ഏകദേശം രണ്ടും ഡീസൽ എഞ്ചിന് നേരിട്ട് വരുന്നത്. അതുപോലെ ഇത് രണ്ടും കൂടെ സെയിലിനുള്ള വാഹനം കൂടിയാണ്. 16,90,000 ആണ് ക്രിസ്റ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3,35,000 സാധാരണ നോർമലി ഇന്നോവ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആവശ്യമില്ല ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മൾ അൻഫാൽക്കാരനത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സഫാരി കാർസ് ബൈ അൻഫാൽ എന്ന യൂട്യൂബ് ചാനൽ ഉണ്ടാവും. പല നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രണ്ട് വാഹനത്തിന്റെ കമ്പാരിസൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതുപോലത്തെ കിട്ടിക്കാച്ച് വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ അടിച്ചോളൂ. പൊളിച്ചൊരു കാണാം. ബൈ സീ സൂൺ.